ഗൈസ്, അപ്പോൾ ഇതൊരു റിക്വസ്റ്റഡ് വീഡിയോ ആണ്. വെച്ചാൽ നമ്മൾ എന്ത് തരം വർക്കുകളൊക്കെ ചെയ്യും എന്നെല്ലാവരും ചോദിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ റീഇൻസ്റ്റാളേഷനൊക്കെ ചെയ്യാറുണ്ടോ എന്നൊക്കെ ചോദിച്ചായിരുന്നു. അപ്പോൾ നമ്മൾ അങ്ങനെ ഒരു റീഇൻസ്റ്റാളേഷൻ ചെയ്യുന്നൊരു വീഡിയോ ആണിത്. നോർമലി നമ്മൾ എല്ലാ മെഷീൻസും ചെയ്യും. അപ്പോൾ നമുക്ക് ഇന്നൊരു അക്വാഗാർഡ് റീഇൻസ്റ്റാളേഷൻ ചെയ്യുന്നതെന്ന് കാണാം. അപ്പോൾ നമ്മൾ ആദ്യം റീഇൻസ്റ്റാളേഷൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മളത് ജസ്റ്റ് ഇത് വർക്കിംഗ് ആണോ എന്ന് ചെക്ക് ചെയ്യും. നമ്മൾ എല്ലാ മെഷീൻസും സർവീസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ റീഇൻസ്റ്റാളേഷൻ ചെയ്യുമ്പോൾ ഫസ്റ്റ് അത് നമ്മളൊരു പ്രയോറിറ്റി കൊടുക്കുന്നത് ആ മെഷീൻ വർക്കിംഗ് ആണോ എന്ന് ഫസ്റ്റ് ചെക്ക് ചെയ്യണം. അല്ല സമയത്ത് നമ്മൾ സർവീസ് ചെയ്തോ അല്ലെങ്കിൽ ഇൻസ്റ്റാളേഷൻ ചെയ്ത് കഴിയുമ്പോഴത്തേപ്പോൾ മെഷീൻ വർക്ക് ആയില്ല എന്നുണ്ടെങ്കിൽ അത് നമുക്ക് അതൊരു പ്രശ്നമായിട്ട് വരും. അപ്പം നിങ്ങൾക്ക് ടെക്നീഷ്യൻ ആണെങ്കിൽ നിങ്ങൾക്ക് അറിയായിരിക്കും, അല്ലെങ്കിൽ അങ്ങനെ ഒരു എക്സ്പീരിയൻസ് വന്ന ആർക്കെങ്കിലും ആണെങ്കിൽ നിങ്ങൾക്ക് അറിയായിരിക്കും. ഇപ്പോൾ നമ്മളെന്തെങ്കിലും സർവീസ് ചെയ്യുക അല്ലെങ്കിൽ അഴിച്ച് ചെയ്യുക അല്ലെങ്കിൽ ഇപ്പോൾ ഇൻസ്റ്റാളേഷൻ ചെയ്യുന്ന സമയത്ത് ഇതേപോലെ കംപ്ലയിൻറ്റ്സ് വരാം. അപ്പോൾ നമ്മളെന്താ വെച്ചാൽ ഫസ്റ്റ് അത് കംപ്ലയിൻ്റ് ഉണ്ടോ അല്ലെങ്കിൽ കാര്യങ്ങൾ ഓക്കെയാണ് ചെക്ക് ചെയ്യും. പിന്നെ നമ്മുടെ വാൽവ്, ഇപ്പോൾ ഈ ഒരു ഡൈവേർട്ട് വാൽവ് നമ്മൾ ഊരിയിടാം അല്ലെങ്കിൽ ഇതിൽ തന്നെ കണക്ട് ചെയ്യാം. പക്ഷെ നമ്മൾ നോർമലി ആ ഒരു ഫ്ലോ ബേസ് ചെയ്ത് അല്ലെങ്കിൽ ആ കസ്റ്റമർക്ക് അത് ഓഫ് ചെയ്യാൻ എളുപ്പം അല്ലെങ്കിൽ അത് മനസ്സിലാക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഡൈവേർട്ട് വാൽവിന് ഇടാം, അല്ലെങ്കിൽ ഇത് തന്നെ കണക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ കസ്റ്റമർ പറഞ്ഞു ഇത് തന്നെ കണക്ട് ചെയ്താൽ മതി എന്നുള്ളൊരു രീതിയിൽ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇത് തന്നെ കണക്ട് ചെയ്യുന്നത്. നോർമലി നമ്മളൊരു ഡൈവേർട്ട് വാൽവ് ഉണ്ട്. അപ്പോൾ ഈ ഒരു വാൽവാണ് അതിൻ്റെ ഡൈവേർട്ട് വാൽവായിട്ട് വരുന്നത്. അപ്പോൾ ഇത് സാധനം കണക്ട് ചെയ്താലും മതി, ഇല്ലെന്നുണ്ടെങ്കിൽ നോർമലി ആ ആംഗിൾക്കൊക്കെ കണക്ട് ചെയ്യാം. അപ്പോൾ ഇതൊക്കെ ആകുമ്പോഴത്തേക്കും കറക്റ്റ് സൈസ് ആയിരിക്കും. മറ്റേത് വെച്ച് കൺവേർട്ടൊക്കെ ചെയ്യേണ്ടി വരും. അപ്പോൾ നോർമലി നമ്മളിത് കണക്ട് ചെയ്ത് വിട്ടിട്ട് ആ ഒരു എൻ്റെ കണക്ട് ചെയ്ത് വിട്ടിട്ട് നേരെ കണക്ട് ചെയ്ത് പ്യൂരിഫയറിൽ കണക്ട് ചെയ്യണം. അപ്പോൾ കസ്റ്റമർക്ക് മേളിൽ ക്ലോസ് ഓപ്പൺ എന്ന കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്. അപ്പോൾ നോർമലി അത് നോക്കിയിട്ട് ചെയ്താൽ മതി. പിന്നെ ഇത് ആ ഒരു ടാപ്പ് ഇടാൻ വേണ്ടിയിട്ട്, അതായത് CP കപ്പ് ഇടാൻ വേണ്ടിയിട്ട് നമ്മളത് ഊരുന്നതാണ്. CP കപ്പ് ഊരിയതിന് ശേഷം അതിലോട്ട് ഇട്ടതിന് ശേഷം പിരിച്ച് ആദ്യം ഡൈവേർട്ട് വാൽവ് കയറ്റുന്നു. പിന്നെ നമ്മൾ നോർമലി എന്താ ചെയ്യുകയെന്ന് വെച്ചാൽ ആംഗിൾക്കൊക്കെ കയറ്റും. അപ്പോൾ നമ്മൾ നോർമലി ഇങ്ങനെ വർക്കിൻ്റെ വീഡിയോസ് ഒന്നും ഇടാറില്ല. അപ്പോൾ മനസ്സിലായി എല്ലാവരും ചെറിയ ഇൻസ്റ്റാളേഷൻ കാര്യങ്ങൾ എന്തൊക്കെ ശ്രദ്ധിക്കണം എങ്ങനെയാണെന്നുള്ള സംഭവം. അപ്പോൾ അങ്ങനെ ചോദിച്ചതിൻ്റെ ബേസിസിന് വേണ്ടി മാത്രമാണ് നമ്മൾ ഇടുന്നത്. എന്നിട്ട് തിരിച്ച് ആ ഒരു ഡൈവേർട്ട് വാൽവ് ഇടണം. അപ്പോൾ ഇതേ നിന്നും കണക്ട് ചെയ്ത് എടുക്കാൻ പറ്റും നോർമലി. ആ ഡൈവേർട്ട് വാൽവിൽ കണക്ട് ചെയ്യണമെന്നില്ല. അപ്പോൾ നോർമലി ഇതേ കണക്ട് ചെയ്താലും മതി. അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഇനി മെഷീൻ ചെക്ക് ചെയ്യണം. മെഷീൻ ചെക്ക് ചെയ്യാന്ന് വെച്ചാൽ ഇത് വർക്കിംഗ് ആണോ, കാര്യങ്ങൾ വെള്ളം കയറ്റിയിട്ടുണ്ട്, സ്പീഡ് കാര്യങ്ങൾ, ഫിൽറ്ററിൻ്റെ ലൈഫ് എങ്ങനെയുണ്ടെന്ന് നോക്കണം. അപ്പോൾ ഇപ്പോൾ ഒരുപാട് മെഷീൻസ് ഉണ്ടെങ്കിൽ നമ്മൾ നോർമലി നമുക്ക് ഏറ്റവും കൂടുതൽ സർവീസ് കാര്യങ്ങളൊക്കെ വരാറുള്ളത് അക്വാഗാർഡിൻ്റെ മെഷീൻ തന്നെയാണ്. അപ്പോൾ അതാണ് ഏറ്റവും കൂടുതൽ ലാർജ് സ്കെയിലിൽ എനിക്ക് തോന്നുന്നു കൊച്ചിയിൽ എറണാകുളത്തൊക്കെ ഏറ്റവും കൂടുതൽ സെയിലായിരിക്കുന്ന മെഷീൻസ്. അപ്പോൾ അതിൻ്റെ സർവീസ് ആയിരിക്കും നമ്മൾ കൂടുതൽ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ അതിൻ്റെ തന്നെ സ്പേസും കാര്യങ്ങളും അല്ലെങ്കിൽ എല്ലാ സംഭവങ്ങളൊക്കെ യൂസ് ചെയ്ത് തന്നെ ചെയ്യാറ് നോർമലി. അപ്പോൾ ഇതാണ് ആ മെഷീൻ വരുന്നത്. ക്ലാസിക് പ്ലസ് എന്ന മോഡലാണ്. മോഡൽ എന്ന് വെച്ചാൽ ഏറ്റവും കൂടുതൽ കൊച്ചിയിൽ സെയിലായി കൊടുത്തേക്കുന്നതും ഈ ഒരു മോഡലാണ്. 2017 മുതൽ സ്റ്റാർട്ട് ചെയ്തിട്ട് 16 എന്നാലും 17 ആക്റ്റീവായിട്ട് മെഷീൻ സെയിലും കാര്യങ്ങളൊക്കെ വന്നേക്കുന്നത്. അങ്ങനെ സ്റ്റാർട്ട് ചെയ്തിട്ട് ഇപ്പോഴും റണ്ണിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു മോഡലാണ്. എനിക്ക് തോന്നുന്നു നല്ല രീതിയിലുള്ള മൂവിങ് ഉള്ളൊരു മോഡലായിരുന്നു ആ സമയത്ത്. നോൺ സ്റ്റോറേജ് മെഷീൻസിലും പിന്നെ ഒരു ഫെദർ ടച്ച് പോലത്തെ ടച്ച് ബട്ടണിലാണ് വരുന്നത്. അപ്പോൾ ഇതിൽ നോർമലി കംപ്ലയിൻറ്റ്സ് എപ്പോഴും വരാറുള്ളത് ബോർഡ് കംപ്ലയിൻറ്റ്സ് പെട്ടെന്ന് വരാറുണ്ടായിരുന്നു. പിന്നീട് ഇതിൻ്റെ ഫ്ലോ കുറയും, പെട്ടെന്ന് ഫ്ലോ കുറയും. കാരണം ഓൺലൈൻ, അതായത് സ്റ്റോറേജ് അല്ലാത്ത മെഷീൻ ആയതുകൊണ്ട് തന്നെ നോർമലി പെട്ടെന്ന് ഫ്ലോ കുറയുമ്പോൾ നമ്മളത് അത് എഫക്റ്റ് ചെയ്യും. അപ്പോൾ നമ്മൾ ഫ്ലോ കുറഞ്ഞ അവസ്ഥയിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ എക്സ്ട്രാ പ്രീ ഫിൽറ്ററും കാര്യങ്ങളൊക്കെ വെച്ച് അകത്തുള്ള ഫിൽറ്ററിനെ പിന്നെ ഒന്ന് സംരക്ഷിച്ചാണ് നമ്മൾ നോർമലി യൂസ് ചെയ്യുന്നത് കസ്റ്റമർ പറയാറ്. പിന്നെ ഇത് റെഗുലറായിട്ട് സർവീസ് ചെയ്യുന്നവർക്ക് 6 മന്ത് ക്ലീനിങ്ങും 1 ഇയർ ഫിൽറ്റർ ചേഞ്ചൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ പക്കാ സ്പീഡും കാര്യങ്ങളായിട്ട്. പിന്നെ ഇതിൻ്റെ സ്പീഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രഷറിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. നിങ്ങൾ കൊടുക്കുന്ന വാട്ടറിൻ്റെ പ്രഷറിൻ്റെ അതനുസരിച്ചിരിക്കും സ്പീഡും കാര്യങ്ങളൊക്കെ വരാനായിട്ട്. നോർമലി ഇത് ഫസ്റ്റ് ഫ്ലോറിലൊക്കെയാണ് ഇത് 2 നില വീടാണെങ്കിൽ എൻ്റെ ഫസ്റ്റ് ഫ്ലോറിലൊക്കെയാണ് വെക്കണമെങ്കിൽ നല്ല സ്പീഡ് കുറവായിരിക്കും. അപ്പോൾ നമ്മൾക്കും കിട്ടിയൊരു പണിയെന്ന് വെച്ചാൽ ഇത് ഫസ്റ്റ് ഫ്ലോറിലാണ് വെക്കുന്നത്. അപ്പോൾ ഭയങ്കര സ്പീഡ് കുറവാണ്. ഇപ്പോൾ തേർഡ് ഫിൽറ്റർ, അതായത് ആറ്റിക് കോപ്പറിൻ്റെ ഔട്ട്പുട്ട് വരുമ്പോഴത്തേക്കും വളരെ സ്ലോ ആണ്. നമ്മൾ കസ്റ്റമറോട് പറഞ്ഞത് ഫിൽറ്റർ മാറാമെന്നാണ്. അപ്പോൾ കസ്റ്റമർ അത് ആ സമയത്ത് നമ്മുടെ ഒരു കേൾക്കാൻ റെഡി ആയില്ല. അതുകൊണ്ട് ഫിൽറ്റർ മാറണ്ട, കസ്റ്റമർ പറഞ്ഞു ഫിൽറ്റർ മാറണ്ട, പിന്നീട് മാറിയാൽ മതി എന്നുള്ള രീതിയിൽ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഫിൽറ്റർ മാറിയില്ല, ജസ്റ്റ് ആ ഒരു ഫിൽറ്ററിൽ തന്നെയാണ്, ആ സ്പീഡിൽ തന്നെയാണ് വെച്ചേക്കുന്നത്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ആ സ്പീഡ് ഫീൽ ചെയ്യുന്നത്. ഈ കസ്റ്റമർ ആദ്യം വർക്ക് ചെയ്ത സ്ഥലത്ത് നിന്ന് കസ്റ്റമർ പഴയ വീട്ടിലോട്ട് കൊണ്ടുവന്ന് ഫിറ്റ് ചെയ്തതാണ്. അപ്പോൾ അങ്ങനെ വർക്ക് കിട്ടിയതുകൊണ്ട് നമ്മൾ ഫിൽറ്റർ മാറിയില്ല. അപ്പോൾ അവിടെ നല്ല പ്രഷറായിരുന്നു, വെള്ളം നല്ല വരയ്ക്ക് വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഇവിടെ വന്നപ്പോഴത്തേക്കും പ്രഷർ കുറഞ്ഞപ്പോഴത്തേക്കും വെള്ളം വരുന്നില്ല. അപ്പോൾ അതാണ് റീസൺ. അപ്പോൾ കസ്റ്റമർക്ക് ഒന്നുകൂടി ഒന്ന് വെരിഫൈ ചെയ്തിട്ടാണ് നമ്മൾ ഫിൽറ്റർ മാറാണ്ട് ആ സ്പീഡിൽ തന്നെ കസ്റ്റമർക്ക് വെച്ച് കൊടുത്തത്. അപ്പോൾ ഇതാണ് അക്വാഗാർഡ് ക്ലാസിക് പ്ലസ് എന്നാണ് പറയുന്നത്. ഡോക്ടർ അക്വാഗാർഡ് ആയിരുന്ന സമയത്ത് ഇറക്കിയ ഒരു മോഡലാണ്. അപ്പോൾ എന്തെങ്കിലും എൻക്വയറീസ് ഉണ്ടെങ്കിൽ ജസ്റ്റ് നമ്മളൊന്ന് കോൺടാക്ട് ചെയ്യാൽ മതി. ഓക്കെ, താങ്ക് യു.